കാവ്യ ഭഗവതി പാടുവാണോ? മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദര. എൻ്റെ രണ്ടാമത്തെ മോളുടെ ഋതുമംഗല സ്നാനമായിട്ടുള്ള ഡേ ആണ്. നമ്മുടെ ഈ ആചാരപ്രകാരം നമുക്ക് ഋതു ആയി കഴിഞ്ഞാൽ ശരിക്കും ഒരു 1 വീക്ക് ഭയങ്കര സെലിബ്രേഷൻ തന്നെയാണ്. സെലിബ്രേഷൻ എന്നല്ല, ചടങ്ങുകളുടെ ആചാരങ്ങളാണ്. ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സപ്തനദിമാരെ ആവാഹിച്ചിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ ആ കുംഭത്തിൽ തിരുമേനി വന്നിട്ട് അഭിഷേകമാണ്. സദ്ഗുരുശ്രീ ദക്ഷിണാമൂർത്തേ നമഃ. സദ്ഗുരുചരണാരവിന്ദാഭ്യാം. അപ്പോൾ ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. നമ്മൾ 2 കൊല്ലമായിട്ട് കാത്തിരിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അമ്മയാണ് ഇതിന് മുൻകൂട്ടിയായിട്ട് കൂടുതൽ നിൽക്കാറ്. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് നല്ല സപ്പോർട്ടേ കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ വൈഫിനാണ്. വൈഫാണ് ഇത് മുഴുവൻ എൻ്റെ ഇത് ചെയ്തത്. എല്ലാം കൊണ്ടുവരാൻ പറയും. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തതിനും എൻ്റെ സിസ്റ്ററിനും എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷം എല്ലാം കൂടിയിട്ടാണ്. ഇന്ന് ആദ്യത്തെ ലുക്ക് നല്ലൊരു സിമ്പിൾ ആൻഡ് ഹംപിൾ, എന്നാൽ നല്ലൊരു കണ്ട് ആസ്വദിക്കാൻ തോന്നും അവളെ കാണുമ്പോൾ. അത്രയ്ക്കും നല്ല ലുക്കായിരുന്നു. ഞാനും അച്ഛനും അമ്മയും അനിയത്തി, അവളാണ് ഇതിൽ മെയിനായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഫംഗ്ഷന്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളെല്ലാം. ആ ഒരു 1 വീക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ആ ദേവിയായിട്ട് സങ്കല്പിച്ചിട്ട് മോൾക്ക് നമ്മൾ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഞാൻ ഇവളെ കാണുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. ഏകദേശം UKG LKG പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കല്യാണമായിട്ട് ഇവളെ പരിചയപ്പെടുന്നത്. നമുക്ക് എല്ലാവരുടെയും ഒരു സ്റ്റാർ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ഇടയിൽ. മോദകം ഭാളസൂര്യ പ്രഭാഹാരം വന്ദേദം ഭാളഗണാധിപം ഭാളഗണപതയേ നമഃ. ധ്യായാമി. ആദ്യം സരസ്വതി, ലക്ഷ്മി, പാർവതി. അപ്പോൾ നമ്മൾ അത് ആ 3 ദേവിയുടെ സങ്കല്പമായിട്ടാണ്, പാർവതി ദേവി ആയിട്ടാണ് സങ്കല്പിച്ച് അവിടെ ഇരുത്തുന്നത്. എൻ്റെ മോർണിംഗ് പാട്ട് പാലക്കാട് ചടങ്ങായിരുന്നു ഇവിടെ കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. ആ കുളിപ്പിക്കൽ ചടങ്ങും പിന്നെ ആ ദേവീനെ പോലെ ഇങ്ങനെ അലങ്കരിച്ച് ഇതിനൊക്കെ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫീലായിരുന്നു. നല്ല ഹാപ്പിയും ഇമോഷണൽ ഫീലായിരുന്നു എനിക്ക് ശരിക്കും.
ചടങ്ങ് കഴിഞ്ഞിട്ട് അവൾക്ക് ഇനി വേറെ ലുക്കും കൂടെ ഉണ്ട്. അപ്പം ആ ലുക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളെല്ലാവരും. അനീതിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവൾക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇങ്ങനെ മൈലാഞ്ചിട്ട് നടക്കുക, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കുക, മുല്ലപ്പൂ, പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ രസിക്ക് ഓൾ ദി ബെസ്റ്റ് നൽകുന്നു. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അവൾക്ക്. Good luck for you all, everybody. Happy life.